ഹായ് മച്ചന്മാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. നമ്മളിതാ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു പോർട്ടബിൾ ആംപ്ലിഫയറാണ്. അപ്പോൾ അതിൽ USB, അതേപോലെ ബാസ്, ട്രബിൾ, എക്കോ, ഡിലേ, പിന്നെ അതിൽ ഓക്സ്, MP3 അങ്ങനെയുള്ള കണക്ഷനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെറിയൊരു പവർ സപ്ലൈ കംപ്ലൈൻ്റ് ആണ്, ഇതിൻ്റെ പവർ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ബാസ്, ട്രബിൾ മെയിൻ ബോർഡിലേക്ക് സപ്ലൈ വരുന്നില്ല. അപ്പോൾ ഓഡിയോ ബോർഡ് TDA 2005 എന്ന് പറഞ്ഞിട്ടുള്ള ഓഡിയോ ബോർഡാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ IC, ബാസ്, ട്രബിൾ അങ്ങനെയുള്ള സെക്ഷനിൽ ഉപയോഗിച്ചിട്ടുള്ളത് IC 4558D എന്ന് പറഞ്ഞിട്ടുള്ള IC ആണ്. പിന്നെ അതേപോലെ PT 2399 എന്ന് പറഞ്ഞിട്ടുള്ള IC ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ IC 4558D എന്നുള്ളത് 3 IC ആണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓപ്ഷനുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെൽ ബട്ടൺ ഓൾ അടിക്കുക, അതുപോലെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോകളായിട്ട് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ എക്കോ, ഓക്സ്, അതേപോലെ MP3, എക്കോ, അതേപോലെ ബാസ്, ട്രബിൾ, വോളിയം അങ്ങനെയുള്ള 7 കൺട്രോളാണ് മൊത്തം വരുന്നത് ഇതിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൊത്തം ഈ അലുമിനിയത്തിൻ്റെ ചാനലിൻ്റെ മീതാണ് എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്, ആംപ്ലിഫയർ ബോർഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ മൈക്കയുടെ പിന്നുകളും ഓക്സിൻ്റെ പിന്ന്, അതേപോലെ MP3യുടെ പിന്നൊക്കെ അതിൻ്റെ മീതെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ പവർ സ്വിച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മെയിൻ സപ്ലൈയുടെ കണക്ഷൻ നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ പോലത്തെ പിന്നാണ് കൊടുത്തിട്ടുള്ളത്, AC കണക്ഷൻ. പിന്നെ ഓഡിയോ ഔട്ട്, അതേപോലെ സ്പീക്കർ ഔട്ടൊക്കെ ഉണ്ട്, ഇതിന് സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ സ്പീക്കർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫീസ് പോയ കംപ്ലൈൻ്റ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഈ സെക്ഷനിലേക്ക്, ഈ ബോർഡിൻ്റെ സെക്ഷനിലേക്ക് സപ്ലൈ വരുന്നില്ല, മെയിൻ ബോർഡിലേക്ക് കറണ്ട് വരുന്നുണ്ട്, അതേപോലെ ഈ ബോർഡിലേക്ക് സപ്ലൈ വരുന്നുണ്ട്, പക്ഷേ അത് വർക്ക് ആവണില്ല. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ നമ്മളിതിൻ്റെ IC ചെക്ക് ചെയ്ത് നോക്കണം, ICയിലേക്കുള്ള വോൾട്ടേജുകൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ കുറച്ച് നാൾ ഇത് ഉപയോഗിക്കാണ്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് കാരണം ഇത് 11.52 12 വോൾട്ടിൻ്റെ അടുത്താണ് കാണിക്കുന്നത്. അപ്പോൾ 7.35 ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ബാറ്ററി, അതിന് മീതെ വന്നിട്ടുള്ള ബാറ്ററി. അപ്പോൾ 2 ബാറ്ററി സീരിയൽ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു 15 വോൾട്ടിൻ്റെ അടുത്തായി ഈ ബാറ്ററി. അപ്പോൾ ഈ IC ആണ് കംപ്ലൈൻറ്റ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ IC ഊരിയെടുത്ത് മാറ്റുകയാണ്. പിന്നെ ഇനി ബാക്കിയുള്ളത് എന്താണ് ഈ IC പോകാൻ കാരണങ്ങൾ, കംപ്ലൈൻറ്റുകൾ നമ്മൾ നോക്കണം. എന്തായാലും ഇപ്പോൾ ഒരു IC വെറുതെ പോവില്ല, എന്തെങ്കിലും ഷോർട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു IC പോകുക, അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഹൈ വോൾട്ടേജ് വരികയാണെങ്കിൽ IC മാത്രമായിട്ട് പോവില്ല, മെയിൻ ബോർഡും പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച TDA IC പോയതാകുമെന്ന് വിചാരിച്ചത്. പിന്നെ ഇപ്പോൾ അത് അഴിച്ചു നോക്കിയപ്പോൾ ഈ ICയുടെ ഭാഗമാണ് കംപ്ലൈൻറ്റ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സോൾഡറിങ്ങിന് വേണ്ടി സോൾഡറും ഉപയോഗിച്ചിട്ട് IC നമ്മൾ ഊരിയെടുത്തു. ഇപ്പോൾ 8 കാലുള്ള IC ആണ്, 4558D എന്ന് പറഞ്ഞിട്ടുള്ള IC ആണ്. ഇതാണ് ഇതിൻ്റെ ബാറ്ററി, 7.35 ബാറ്ററി. പിന്നെ 22 വോൾട്ട് ട്രാൻസ്ഫോമറാണ്. പിന്നെ അതിൽ 12 വോൾട്ട് ഉണ്ട്, ചാർജിങ്ങും കൂടിയിട്ടുള്ള സെറ്റപ്പാണ്. അപ്പോൾ ചാർജിങ്ങിന് 7805 റെഗുലേറ്റർ IC ഒക്കെ വെച്ചിട്ടുള്ള സെറ്റപ്പാണ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ സ്പീക്കർ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റേഞ്ചർ എന്ന് പറഞ്ഞ കമ്പനിയുടെ തന്നെ, അവരുടെ കമ്പനിയുടെ തന്നെയാണ് സ്പീക്കർ ഉപയോഗിച്ചിട്ടുള്ളത്. 4 ohms 30 to 40 watts ആണ് അതിൽ എഴുതിയിട്ടുള്ളത്, മാക്സിമം പവർ അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ IC വേറെ പുതിയ IC ഇട്ടു. ഇനിയിപ്പോൾ ബാക്കി എന്താണ് കംപ്ലൈൻറ്റുകൾ കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ വീഡിയോകൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധ ആംപ്ലിഫയറുകളൊക്കെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ, വീട്ടിലുള്ള എന്തെങ്കിലും കംപ്ലൈൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റാമെന്നുള്ളൂ. നമ്മളതിലൊരു സോൾഡറിങ്, അതിന് അതേപോലെ ഒരു മൾട്ടിമീറ്ററും ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം വോൾട്ടേജും കാര്യങ്ങളൊക്കെ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഇതിൽ IC ഒക്കെ സോൾഡർ ചെയ്യുമ്പോൾ കാലുകളൊക്കെ ഷോർട്ട് ആവാണ്ട് കറക്റ്റായിട്ട് നല്ല വൃത്തിയിൽ സോൾഡർ ചെയ്യുക. അതിന് ശേഷം ഒരു ബ്രഷ് എടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്യുക, എന്നിട്ട് സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ലെഡൊക്കെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഗ്യാപ്പിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഷോർട്ട് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ പിന്നെ ഷോർട്ടായിട്ടുള്ള, അങ്ങനെയാണ് ഫീസ് പോകാൻ കാരണം. അപ്പോൾ അതിൽ നിന്ന് ഷോർട്ടായ ഇതിലാണ് ICയും പോയിട്ടുള്ളത്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സെനർ ഡയോഡ് കംപ്ലൈൻ്റ് ഉണ്ട്, അത് ഷോർട്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ട്രാൻസിസ്റ്റർ പോയിട്ടുള്ളത്. അപ്പോൾ ഈ 3 സാധനങ്ങളാണ് പോയിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മളത് മാറ്റുക. പിന്നെ അതേപോലെ മെയിനായിട്ടുള്ളൊരു IC PT 2399 എന്ന IC നമ്മൾ മാറ്റുകയാണ്, അത് ആ സെക്ഷനിലുള്ള തന്നെയാണ്. അപ്പോൾ ഈ IC എന്നാണ് അതിലേക്ക് വോൾട്ടേജും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് സെറ്റ് ചെയ്യണം, ചെറിയൊരു പ്രശ്നങ്ങളൊന്നും വരണം വെച്ചില്ല. അപ്പോൾ നമ്മൾ ഈച്ചിങ് എമൗണ്ട്, മെയിൻ ബോർഡ് വരികയാണ്, ഈച്ചിങ് എമൗണ്ടൊക്കെ വേറെ ഇട്ടിട്ട് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ ഇതിൻ്റെ കൺട്രോളും ഇതിൻ്റെ നെട്ടും ബോൾട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പരിപാടികൾ കഴിഞ്ഞ് നമ്മളെ മൈക്കടയും അതേപോലെ ഓക്സിൻ്റെ ഒക്കെ കണക്ഷനും ഇതൊക്കെ കൂടിയിട്ടാണ്. വേറെ നെട്ടും ബോൾട്ടൊന്നും ഇല്ല ബോർഡിന്. അപ്പോൾ അതിൻ്റെ വിധിയാണ് കറക്റ്റ് സെറ്റിങ്സാണ് സാധനം. അപ്പോൾ അത് നമ്മൾ ഫിറ്റ് ചെയ്ത് പിന്നെ നോബ് പിടിപ്പിക്കുക, പിന്നെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ ചാർജിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റാണോ നോക്കുക. അതുപോലെ ഓഡിയോ സെക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. മെയിൻ ബോർഡ് ഓണാണ്, മെയിൻ ബോർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. സ്പീക്കർ നമ്മൾ ഓണാക്കുമ്പോൾ സൗണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ
ഇത് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള പവറിലേക്കൊക്കെ കണക്ഷൻ വരും നോക്കുക. പിന്നെ സ്പീക്കറിൻ്റെ ഔട്ടിൻ്റെ അവിടെ സ്ലീവൊക്കെ ഇട്ടിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്, ബോഡിയുമ്പോൾ ടച്ചായിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഓണാവുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഈ ഭാഗങ്ങളൊക്കെ ക്ലിയറായി. അതുപോലെ ചാർജിങ്ങിൻ്റെ ലൈറ്റും കറക്റ്റാണ്. ഫുൾ ചാർജ് ആയി കഴിഞ്ഞാലാണ് മഞ്ഞ ലൈറ്റ് കത്തതിൻ്റെ. അപ്പോൾ അത് കുറച്ച് നാളിരുന്ന കാരണം ഇപ്പോൾ ചാർജ് കയറിക്കൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ചാർജ് ഓവർ ചാർജ് ആയി കഴിഞ്ഞാൽ കട്ടാവുള്ള സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട് അവർ. ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിങ് സെറ്റപ്പാണ്. അതിൽ ഓവർ ചാർജ് നമുക്കത് കൈ പിടിച്ച് കറണ്ട് ഇല്ലാത്ത സ്ഥലത്തൊക്കെ കൊണ്ടുപോയി വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റപ്പിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനാകെ മീതിയുള്ള 2 സ്ക്രൂവും സൈഡിൽ 2 സ്ക്രൂവാണ് പിന്നെ വന്നിട്ടുള്ളത്. പിന്നെ ഒരു കവറും മാത്രമേ ഇതിന് വന്നിട്ടുള്ളൂ. ബാക്കിൽ ഫുൾ എയർ ടൈറ്റ് ബോക്സ് അല്ല, ബാക്കിൽ ഇതിനൊരു കവറിങ്ങാണ് വന്നിട്ടുള്ളത്, നെറ്റിൻ്റെ കവറിങ്ങാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയുള്ള ഇതിൻ്റെ ബാക്ക് സൈഡ്. പിന്നെ ഇത് വീട്ടിലൊക്കെ കരോക്കെ ഗാനമേളയ്ക്കൊക്കെ പാടി പഠിക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു തരം സാധനമാണ്, ബോക്സാണ്. അത്യാവശ്യം നല്ല 40 to 30 വാട്ട്സ് വരെയൊക്കെ നല്ല സൗണ്ട് ഉണ്ടാവും. പിന്നെ വോക്കലായിട്ട് കിട്ടുക. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീക്കറായി കാരണം നല്ല ഭയങ്കര സൗണ്ട് ഓളിയും കിട്ടും, ഊഫറല്ല. അപ്പോൾ സ്പീക്കറായാലും അത്യാവശ്യം ബാസും നല്ല ട്രബിളും ഒക്കെ കിട്ടാവുന്ന ഒരു സെറ്റപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതിനെ മിക്സർ പോലെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാനിതേപോലത്തെ അടിപൊളി വീഡിയോകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് അടിക്കുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.